അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റീയൂസബിൾ വിഡ്ജറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു സെയിം കണ്ടെയ്നർ എനിക്ക് 2-3 ടൈംസ് വേണം. അപ്പം നമ്മൾ നോർമലി എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിൻ്റെ കോഡ് ഇതുപോലെ റൈറ്റ് ചെയ്യും. അതല്ലാതെ ഒരു സിംഗിൾ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് അതെങ്ങനെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ നമുക്കിപ്പോൾ ഒരു ബട്ടൺ ഉണ്ടാവുമല്ലേ, ഇപ്പോൾ ഒരു ലോഗിൻ ഒരു ബട്ടൺ ഉണ്ടാവും, രജിസ്റ്ററിന് ബട്ടൺ ഉണ്ടാവും, സബ്മിറ്റ് പേജിന് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ മൾട്ടിപ്പിൾ ബട്ടൺസ് യൂസ് ചെയ്യും, അതുപോലെ ലോഡിംഗ് ഐക്കൺസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ വൺസ് ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു വിഡ്ജറ്റിനെ കോൾ ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ പേജസിൽ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു ഗ്രീൻ കളറിൽ ഇതൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കിനി ഇതിൻ്റെ താഴേക്ക് എനിക്കിനി ഇതുപോലത്തെ തന്നെ സെയിം ആയിക്കോട്ടെ, ഡിഫറെൻ്റ് ആയിക്കോട്ടെ, ഒരു 2 കണ്ടെയ്നറും കൂടെ എനിക്കിപ്പോൾ ഈ പേജിൽ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? നമ്മൾ നോർമലി അതുപോലെ 2 കണ്ടെയ്നറും കൂടെ നമ്മൾ വീണ്ടും കോഡ് എഴുതി കൊടുത്ത് നമ്മൾ ആഡ് ചെയ്യും അല്ലേ? ഓക്കെ, വീണ്ടും നമ്മൾ ഇതുപോലെ കോഡ് എഴുതി കൊടുത്ത് കണ്ടെയ്നേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ അതിന് പകരം ഒരൊറ്റ കണ്ടെയ്നർ നമ്മൾ കൊടുത്തിട്ട് ആ കണ്ടെയ്നറിൻ്റെ നെയിം വെച്ച് എങ്ങനെ ബാക്കി കോൾ ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ അതിനെ നോർമലി 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കണ്ടെയ്നർ എന്നുള്ളൊരു നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വിഡ്ജറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് എന്നല്ല, ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ റീഫാക്ടർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ റീഫാക്ടറിൽ ഓക്കെ, എക്സ്ട്രാക്ട് മെത്തേഡ് ആൻഡ് എക്സ്ട്രാക്ട് ഫ്ലട്ടർ വിഡ്ജറ്റ് എന്ന് കാണാം. ഈ 2 രീതിയിലും നമുക്ക് റീയൂസബിൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ എക്സ്ട്രാക്ട് മെത്തേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ എക്സ്ട്രാക്ട് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താണ്, ബിൽഡ് കണ്ടെയ്നർ എന്നൊരു നെയിം ഓൾറെഡി മെത്തേഡിൻ്റെ നെയിം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നെയിം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും നെയിം ആഡ് ചെയ്യണമെങ്കിൽ ആ നെയിം ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ 3 കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ എക്സ്ട്രാക്ട് കൊടുക്കട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് ഇതിനെ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം. സോ റീഫാക്ടർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ കോഡ് എന്തായി? ലെങ്ത് കുറഞ്ഞു. അതായത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബിൽഡ് കണ്ടെയ്നർ, ഇവിടെ നിങ്ങൾ വേറെ നെയിം ആണെങ്കിൽ അതായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ ബിൽഡ് കണ്ടെയ്നറിന് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ കണ്ടെയ്നർ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ കണ്ടെയ്നേഴ്സ് എല്ലാം സെയിം കളറാണല്ലേ? എല്ലാത്തിലും സെയിം കളറും സെയിം വിട്ടും ഹൈറ്റുമാണ്. സോ നമുക്ക് ഇതിൻ്റെ കളറ് അല്ലെങ്കിൽ വിട്ട്, ഹൈറ്റ് ഈ സെയിം അല്ലാതെ എല്ലാം ഡിഫറെൻ്റ് ആക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കളറ് ഡിഫറെൻ്റ് ആക്കണം എല്ലാത്തിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കളേഴ്സ് ഡോട്ട് ഗ്രീൻ എന്നാണ് ഇപ്പോൾ എല്ലാത്തിലും വന്ന് കിടക്കുന്നത്. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പാരാമീറ്റർ കൊടുക്കാം. അപ്പോൾ അതിന് കളറിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് കളർന്ന് തന്നെയാണ്. ഓക്കെ, കളർ. ഇനി നമുക്ക് അതിൻ്റെ ഒരു പാരാമീറ്ററിനെ കളർന്ന് തന്നെ കൊടുക്കാം. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനുള്ള പാരാമീറ്റർ നെയിം കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കളറിന് കളർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റും. അതല്ല ഇവിടെ വേറെ എന്തെങ്കിലും നെയിം കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഓക്കെ, ഇനി ഈ കളേഴ്സ് ഡോട്ട് ഗ്രീൻ എന്നുള്ളിടത്ത് എന്ത് കോൾ ചെയ്യാം? ആ ഒരു പാരാമീറ്റർ നമുക്ക് കോൾ ചെയ്യാം, കളർ. ഓക്കെ, അപ്പോൾ ഈ കളർ എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ടെയ്നറിൻ്റെ നെയിംഡ് പാരാമീറ്റർ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ മെത്തേഡിൽ കൊടുത്തിരിക്കുന്ന പാരാമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ 3 കണ്ടെയ്നേഴ്സിലും ഒരു എറർ കാണാം അല്ലേ? 1 പൊസിഷണൽ ആർഗ്യുമെന്റ് എക്സ്പെക്റ്റഡ്. അപ്പോൾ എന്താണ്? അവിടെ കളറാണ് ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ കളറാണ് ഇവിടെ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിവിടെ എന്ത് കൊടുക്കാം? നമ്മുടെ കളർ എന്താന്ന് കൊടുക്കാം. അപ്പോൾ കളേഴ്സ് ഡോട്ട് ഗ്രീൻ എന്ന് ഇവിടെ കൊടുക്കാം. ഇവിടെ അതുപോലെ വേറൊരു കളർ കൊടുക്കാം, കളേഴ്സ് ഡോട്ട് റെഡ് എന്ന് കൊടുക്കാം. ഇവിടെ മറ്റൊരു കളർ കൊടുക്കാം, കളേഴ്സ് ഡോട്ട് യെല്ലോ എന്ന് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന്
സേവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ ഇവിടെ ഒരു സിംഗിൾ കോഡാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കോഡിൻ്റെ ലെങ്ത്ത് നമുക്കപ്പോൾ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു റീയൂസബിൾ കമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. ഇനി നമുക്ക് വിത്ത് ഹെയ്റ്റിൻ്റെ ഒക്കെ നമ്മൾ ഡേറ്റ ടൈപ്പ് വിളിക്കുക ഡബിൾ ആണ്. സോ ഡബിൾ വിത്ത് എന്ന് കൊടുക്കാം, അതുപോലെ ഡബിൾ ഹൈറ്റ് എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വിത്ത് നമ്മൾക്ക് വിത്ത് എന്ന് കോൾ ചെയ്യാം. അതുപോലെ നമ്മുടെ വിത്ത് എത്ര വേണം നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. നമ്മുടെ വിത്ത് എന്ന് പറയുന്നത് ഫസ്റ്റത്തതിന് ഓക്കെ 200 കൊടുക്കാം. ദ സെക്കൻഡ് കണ്ടെയ്നറിന് നമുക്ക് വിത്ത് 150 എന്ന് കൊടുക്കാം. ദ നെക്സ്റ്റ് 100 എന്ന് കൊടുക്കാം. സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അതനുസരിച്ച് എന്താണ് വിത്ത് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഹെയ്റ്റും ഇതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് എന്ത് എക്സ്ട്രാക്ട് മെത്തേഡ് എന്ന രീതിയിൽ നമ്മൾ റീയൂസബിൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ഇനി ഇതുപോലെ തന്നെ മറ്റൊരു രീതിയിലും ചെയ്യാം. അപ്പോൾ എക്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, ഒരു വലിയ കോഡിനെ ചെറിയ മീനിങ് ഫുൾ ഫങ്ഷനായി ഡിവൈഡ് ചെയ്ത് കോഡ് കൂടുതൽ റീഡബിളും ഓർഗനൈസ്ഡും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ എക്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കണ്ടെയ്നറിനെ മറ്റൊരു പേജിലേക്കും ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഈ ഒരു മെത്തേഡ് എവിടെയാണ് കിടക്കുന്നത്, ഈ ഒരു ക്ലാസ്സിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൻ്റെ അകത്താണ് അല്ലേ. അപ്പോൾ ഇത് ഈ ഒരു ക്ലാസ്സിന് നമുക്ക് പുറത്തേക്ക്, അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ക്ലാസ്സിന് പുറത്ത് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ബിൽഡ് കണ്ടെയ്നർ എന്ന് പറയുന്ന ഈ ഒരു നെയിം നിങ്ങൾക്ക് വേറൊരു പേജിൽ വേണമെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു കണ്ടെയ്നർ അവിടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഇതുപോലെ കളറും വിഡ്ത്തും പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ ഹെയ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് ട്രൈ ചെയ്യുക. അപ്പോൾ വേറൊന്നുമില്ല, ഈ ഒരു നെയിം നിങ്ങൾ ഏത് പേജിൽ കോൾ ചെയ്യുന്നോ ആ പേജിലേക്ക് നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ചോദിക്കും. സോ റെഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് കാണാം, ആ ഇമ്പോർട്ട് കൊടുക്കുക. ദെൻ ആ പേജിലും നമുക്കിത് കിട്ടുന്നതായിരിക്കും. ഇനി ഇപ്പം നമ്മൾ എക്സ്ട്രാക്ട് മെത്തേഡാണ് നോക്കിയത്. ഇനി എക്സ്ട്രാക്ട് വിഡ്ജറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ താഴെ ഒരു കണ്ടെയ്നറും കൂടെ ജസ്റ്റ് ആഡ് ചെയ്യാം. കണ്ടെയ്നറിന് ഒരു വിഡ്ത്ത് കൊടുക്കാം, ഹെയ്റ്റ് കൊടുക്കാം, അതുപോലെ കളറും കൊടുക്കാം. കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് എന്ന് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ബ്ലാക്ക് കണ്ടെയ്നർ വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു ബ്ലാക്ക് കണ്ടെയ്നറും വേണം എങ്കിൽ എന്ത് ചെയ്യും, കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കി അല്ലേ. ഇപ്പം 2 ബ്ലാക്ക് കണ്ടെയ്നേഴ്സായി. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് എക്സ്ട്രാക്ട് വിഡ്ജറ്റ് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് സിംഗിൾ വിഡ്ജറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഗെയിൻ കണ്ടെയ്നറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീഫാക്ടറിൽ എക്സ്ട്രാക്ട് ഫ്ലട്ടർ വിഡ്ജറ്റ് എന്ന് കാണാം അല്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിഡ്ജറ്റിൻ്റെ നെയിം നേരത്തെ വന്ന പോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ഒരു ന്യൂ കണ്ടെയ്നറിന് നമുക്ക് കൊടുക്കാം. ന്യൂ കണ്ടെയ്നറിന് നമുക്ക് കൊടുക്കാം, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, റീഫാക്ടർ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇത് നമ്മൾ ആദ്യം ചെയ്തത് ഓക്കെ നമ്മൾ ആദ്യം ചെയ്ത് മെത്തേഡ് വെച്ചിട്ടുള്ളത് ഇതാണ്. എന്ത്, ഒരു പുതിയ ക്ലാസ് തന്നെ ക്രിയേറ്റ് ആയി അല്ലേ. ഒരു എക്സ്ട്രാക്ട് ഫ്ലട്ടർ വിഡ്ജറ്റ് കൊടുത്ത ടൈമിൽ ഒരു പുതിയ ക്ലാസ് തന്നെ ഇവിടെ ക്രിയേറ്റ് ആയി. ന്യൂ കണ്ടെയ്നർ എക്സ്റ്റെൻഡ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഓക്കെ, നമ്മൾ അതിൽ റിട്ടേൺ ചെയ്തിരിക്കുന്നത് കണ്ടെയ്നർ ആണ്. വിഡ്ത്തും ഹെയ്റ്റും കളറും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ അവിടെ ന്യൂ കണ്ടെയ്നർ എന്ന് വന്നു. ഈ താഴത്തെ കണ്ടെയ്നർ മാറിയോ? ഇല്ല, അത് മാറിയിട്ടില്ല. അപ്പോൾ നോക്കാം.
അതിൻ്റെ കണ്ടെയ്നർ നമുക്കിവിടെ വേറെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ഈ ന്യൂ കണ്ടെയ്നറിനകത്ത് ഇനി എങ്ങനെയാണ് ഈ കളറും വിഡ്ത്തും ഹെയ്റ്റും പാസ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഈ ക്ലാസ്സിൻ്റെ താഴെ വരിക, എന്നിട്ട് കൊടുക്കാം നമുക്ക് ഫൈനലായിട്ട് ഫൈനൽ കളർ എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫൈനലിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ കളർ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചേഞ്ച് ചെയ്ത് വരേണ്ടതില്ല, അതുകൊണ്ടാണ് നമുക്കത് ഫൈനലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എറർ കാണാം. ഫൈനൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആഡ് ഫൈനൽ ഇനീഷ്യലൈസിങ് ഫോർമൽ റിക്വയർഡ് നെയിംഡ് പാരാമീറ്റേഴ്സ്. സോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റിക്വയർഡ് ദിസ് ഡോട്ട് കളർ എന്ന് കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് റിക്വയർഡ് ദിസ് ഡോട്ട് കളർ എന്നാണ് വന്നിരിക്കുന്നത്. കളർ റിക്വയർഡ് പാരാമീറ്റർ ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ദാ ഇവിടെ ന്യൂ കണ്ടെയ്നർ എന്നുള്ള കോൾ ചെയ്തെടുത്ത് ഒരു എറർ വന്നു. അവിടെ എന്താണ് കളറ് പാസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു, അത് റിക്വയർഡ് ആണ്. ഓക്കെ, ആഡ് വൺ റിക്വയർഡ് ആർഗ്യുമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ കളേഴ്സ് ഡോട്ട് എന്ത് ബ്ലാക്ക് എന്ന് നമുക്ക് കൊടുക്കാം. അതുപോലെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് കൊടുക്കാം. അതിന് ഫൈനൽ ഡബിൾ വിഡ്ത്ത് എന്ന് കൊടുക്കാം. ദെൻ ഓക്കെ, റിക്വയർഡ്. അപ്പോൾ ഇനി എന്താണ് ഇവിടെ വിഡ്ത്ത് ആണ്. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് 300 ആക്കി കൊടുക്കാം. ഇനി വിഡ്ത്ത് മാറിയോ? ഇല്ല, വിഡ്ത്ത് മാറിയിട്ടില്ല. നമ്മൾ ഇവിടെ താഴെ അതിലേക്ക് കോൾ ചെയ്തിട്ടില്ല അല്ലേ? വിഡ്ത്ത് എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് വിഡ്ത്ത് എന്ന് കോൾ ചെയ്യുക. അതുപോലെ കളറിനെ നമ്മൾ പാരാമീറ്റർ കൊടുത്തിരിക്കുന്നത് കളർ എന്നാണ്. സോ അവിടെ കളർ എന്ന് കൊടുക്കുക. ഇനി നമുക്ക് സേവ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ വിഡ്ത്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കളറും നിങ്ങൾ മാറ്റി നോക്കുക. അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ട് റീയൂസബിൾ വിഡ്ജറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇതിനകത്ത് കണ്ടെയ്നറിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദ നെക്സ്റ്റ് വീഡിയോ ഒരു ബട്ടൺ, റീയൂസബിൾ ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഈ റീയൂസബിൾ എക്സ്ട്രാക്ട് വിഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു UI-നെ ഇൻഡിപെൻഡൻറ്റ് റീയൂസബിൾ കമ്പണൻറ്റ് നമുക്ക് ആക്കി നിർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാക്ട് വിഡ്ജറ്റ് കൊടുക്കാം. ഇനി നോർമലി നമ്മൾ എന്താ ചെയ്യാം? നമുക്കിപ്പോൾ ഈ ഇതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണല്ലേ. അപ്പം നമുക്കിപ്പോൾ ഒരു ബട്ടൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോഡിംഗ് ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ, കണ്ടെയ്നർ ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, നമുക്ക് റീയൂസബിൾ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിനെ ഈ ഒരു UI-ൽ സ്ക്രീനിൽ മാത്രമല്ലല്ലോ നമ്മളത് യൂസ് ചെയ്യുന്നത്. നമ്മളിത് മറ്റ് UIs-ലും എന്താണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ എന്ത് ചെയ്യാം? കോപ്പി ചെയ്യല്ല, ഇവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മളുടെ ലൈബ്രറിയിൽ ഒരു ന്യൂ ഫോൾഡർ, ഒരു ന്യൂ ഡയറക്ടറി ആഡ് ചെയ്യാം. നമുക്ക് കമ്പോണൻസ് എന്ന് ജസ്റ്റ് പേര് കൊടുക്കാം. ഈ കമ്പോണൻസിൻ്റെ അകത്ത് എന്ത് വീണ്ടും ഒരു ന്യൂ ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആ ഫയലിന് എന്താണ് ഒരു പേര് കൊടുക്കാം. ന്യൂ കണ്ടെയ്നർ എന്ന് ഞാനിപ്പോൾ ജസ്റ്റ് കൊടുക്കാം കേട്ടോ. എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കുക. ന്യൂ കണ്ടെയ്നർ ഒരു ജസ്റ്റ് ഒരു ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഈ ഒരു വിഡ്ജറ്റിനെ നമ്മൾ റീയൂസബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വിഡ്ജറ്റിനെ ഈ പേജിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ എന്താണ്? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റീയൂസബിൾ വിഡ്ജറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് പേജസിൽ ഇനിയിപ്പോൾ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ടാവും. നമ്മളുടെ ആ കണ്ടെയ്നർ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു കണ്ടെയ്നർ ഏത് പേജിൽ ആവശ്യമുണ്ടെങ്കിലും എന്താണ്
അല്ലെങ്കിൽ ഒരു ബട്ടൺ ആണെങ്കിൽ ഒരു ബട്ടൺ ഏത് പേജിയുടെ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ആ ബട്ടണിനെ കോൾ ചെയ്യുക. അപ്പോൾ ഇതാണ് റീയൂസബിൾ വിഡ്ജറ്റ്. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പേജിൽ മാത്രം നിങ്ങൾക്ക് റീയൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് ഈ ഒരു പേജിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ, അല്ല മൾട്ടിപ്പിൾ പേജസിൽ നിങ്ങൾക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ അതിനെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്, അതായത് എക്സ്ട്രാക്ട് വിഡ്ജറ്റ് വെച്ച് ഒരു പുതിയ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് അതൊരു പുതിയ പേജിൽ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്, വാട്ട് ഈസ് റീയൂസബിൾ വിഡ്ജറ്റ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. സോ ബൈ.